ഹായ് ഗായ്സ്, അപ്പം ഞാൻ 3 മാസം കൂടി ബഹ്റൈനിൽ സ്റ്റേ ബാക്ക് ചെയ്യാൻ പോവുകയാണ്. സോ അതിനുള്ളിലൊരു ജോലി കിട്ടിച്ചാൽ ഐ വിൽ ബി സോ ഹാപ്പി. എനിവേയ്സ്, ഇപ്രാവശ്യം ദുബായ് എയർപോർട്ടിൽ പോയിട്ട് നമ്മൾ തിരിച്ച് വരേണ്ടി വന്നു. അതായത് 90 ഡേയ്സിന് ശേഷം നമ്മൾ വേറൊരു കൺട്രി പോയിട്ട് തിരിച്ച് എൻട്രി ചെയ്യണം. ദുബായ് എയർപോർട്ടിലേക്കാണ് ഇപ്രാവശ്യം പോയത്. ദുബായിലെ വിസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എയർപോർട്ടൊക്കെ കാണാൻ പറ്റി എന്നുള്ളതൊരു കാര്യമായി. അപ്പോൾ ഫ്ലൈറ്റ് ട്രിപ്പ് വളരെ അടിപൊളിയായിരുന്നു കേട്ടോ. എമിറേറ്റ്സ് ഫ്ലൈറ്റ് എക്കണോമിക് ക്ലാസ് പോലും അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ കിട്ടി. ഫുഡ് അത്ര എൻജോയബിൾ ആയിരുന്നില്ലെങ്കിൽ പോലും അതൊരു റിഫ്രഷിങ് ആയിരുന്നു. ലൈക്ക് ഒന്നും രാവിലെ അധികം ഒന്നും കഴിക്കാതെ പോയതുകൊണ്ട് ഒരു യോഗേർട്ടും ക്രാൻബെറിയുടെ ഒരു സംഭവം അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതാണ് ഞാൻ കൂടുതൽ കഴിച്ചത്. പിന്നെ സാൻഡ്വിച്ചും ഒരു കേക്ക്, ഒരു കോക്കനട്ട് ബേസ്ഡ് കേക്ക് ഉണ്ടായിരുന്നു. ദുബായ് എയർപോർട്ടിൽ എത്തിയതിന് ശേഷമുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഐ ഹാവ് ദിസ് വിയേർഡ് ഹാബിറ്റ് ഓഫ് ടേക്കിംഗ് എ സ്നാപ്പ് ഫ്രം വാഷ്റൂം. ഐ ഡോണ്ട് നോ വൈ ഐ ഡു ദ. ഫെബ്രുവരി 2 വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ട്രിപ്പ് ചെയ്തത്. സോ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് ഉണ്ടായിരുന്നു ഒപ്പം. അതുകൊണ്ട് കുറച്ചും കൂടി എൻജോയബിൾ ആയിരുന്നു ട്രിപ്പ്. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് ബോറടിച്ചേനെ. പിന്നെ അങ്ങനെ കാര്യങ്ങളും അറിയാത്തതുകൊണ്ട് അവളുള്ളത് കൊണ്ട് ഒരു ആശ്വാസമായി. അനുഷ എന്ന പേരാ കുട്ടിയുടെ. സോ വി ബോത്ത് എൻജോയ് ആക്ച്വലി. ഒരു പാർട്ട്ണർ സംസാരിക്കാനുണ്ടാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ട്രിപ്പൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുമല്ലോ. എനിവേയ്സ്, നമ്മൾ 8 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ക്യാബിലാണ് എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഒരു 2 hours അവിടെ ഇരിക്കേണ്ടി വന്നു. അപ്പോൾ എല്ലാ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് 10:20 ഒക്കെ ആയിരുന്നപ്പോഴായിരുന്നു ഫ്ലൈറ്റ്. ദെൻ വി റീച്ച് ദുബായ്. ദുബായിലെത്തിയ ഒരു ട്രെയിനിലാണ് നമ്മൾ ഗേറ്റിലേക്ക് പോകുന്നത്. അവിടെ എത്തിയതിന് ശേഷം എമിറേറ്റ്സിൻ്റെ മാത്രം പ്രത്യേകതയാണിതാണ് കൂടെ വന്ന കുട്ടി പറഞ്ഞത്. സോ അതല്ലെങ്കിൽ ബസ്സിലായിരിക്കും നമ്മൾ ആ ഗേറ്റിലേക്ക് പോകുന്നത്. സോ ദുബായ് എയർപോർട്ട് അടിപൊളിയായിരുന്നു കേട്ടോ, കാണാനൊക്കെ ഉണ്ട്. കുറച്ചും കൂടി റഷൊക്കെ എനിക്ക് തോന്നി. അതായത് ബഹ്റൈനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക, ഷോപ്സും ലൈവായിട്ടുള്ളൊരു എൻവറോൺമെൻറ്റായിട്ട് തോന്നി. തിരിച്ച് വേ ബാക്ക് ടു എന്താ പറയുക ബഹ്റൈൻ എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഉള്ള കാഴ്ചകളാട്ടോ കാണുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഈവനിങ് ആയി തോന്നി അന്ന്. സൺസെറ്റൊക്കെ ആകുമ്പോഴാണ് നമ്മൾ തിരിച്ച് ഒരു 4:35 ഒക്കെ ആയി തിരിച്ചെത്തിയപ്പോൾ. അപ്പോൾ അത്യാവശ്യം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. കാര്യപ്പെട്ട പണികളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഈ ഫ്ലൈറ്റിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴുള്ളൊരു ക്ഷീണം ഉണ്ടാവില്ലേ, അതുണ്ടായിരുന്നു. തിരിച്ച് വന്നതിന് ശേഷം ഗീ റൈസും ചിക്കൻ കറിയൊക്കെ മേടിച്ച് കഴിച്ചു. അപ്പോഴാണ് ഒന്ന് ഉണർവ് വന്നത്. എന്നിട്ട് നല്ലൊരു ഉറക്കം പാസ് ചെയ്തു. അങ്ങനെ തിരിച്ചെത്തിയപ്പോൾ അവിടെ ഉള്ള കാഴ്ചകൾ നല്ല മനോഹരമായി തോന്നി. പിന്നെ ദുബായ് കാണാൻ പറ്റിയില്ലെങ്കിലും എയർപോർട്ടെങ്കിലും കാണാൻ പറ്റിയതിൻ്റെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു ദിവസം ദുബായിലേക്കൊക്കെ പോകാൻ പറ്റട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പോകാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും കാഴ്ചകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഡിയേഴ്സ്. ഐ എം എൻജോയിങ് ബഹ്റൈൻ ലൈഫ്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടം പാർക്കിൽ പോയിട്ടുള്ള നടത്താണ് ഈവനിങ്സിൽ. പിന്നെ നമ്മൾ പുതിയതായിട്ട് മാരീഡായിട്ടൊരു കപ്പിളായതോടെ ഹസ്ബൻഡിൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ വളരെ എന്താ പറയുക, ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ളൊരു ടൈമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഈ പീരീഡ്. കാരണം ഒന്നും കൂടി അടുത്തറിയാനും ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ അറിയാനും തിരിച്ച് എന്നെക്കുറിച്ച് ഹസ്ബൻഡിന് അറിയാനും വേണ്ടിയിട്ടൊക്കെ ഒരു ടൈമായിട്ട് ഞങ്ങളത് കൺസിഡർ ചെയ്യുകയാണ്. സോ അതിനിടയ്ക്ക് ഞാൻ ജോലി തിരയുന്നുണ്ട്. ജോലി